നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 15, 16 തീയതികളിൽ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് തൊഴിൽപരമായിട്ട് നേട്ടം. അതായത് ഈ ദിവസങ്ങളിൽ ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്ന് നിങ്ങളുടെ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. അപ്പോൾ അത് പ്രത്യേകത ഉള്ളത്, ചന്ദ്രൻ സ്വക്ഷേത്രമാണ്, വ്യാഴം ഉച്ചരാശിയിലുമാണ്. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഗജകേസരി യോഗം നിങ്ങളുടെ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടമുണ്ട്, പക്ഷേ പ്രധാനമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് തൊഴിൽ രംഗത്ത്. അതായത് നിങ്ങൾക്ക് തൊഴിൽ തേടുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ നിങ്ങൾ ജോലി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കയറ്റം, അതുപോലെ തന്നെ ശമ്പള വർധനവ്, ഇവയൊക്കെ നേടാൻ പറ്റും. അതുപോലെ തന്നെ ഗജകേസരി യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ്. വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് പണം ലഭിക്കാനുള്ള മാർഗം നിങ്ങൾ കണ്ടെത്തുകയും വേണം. ഇപ്പോൾ ഒരു ജോലി മാത്രമായിട്ട് നിൽക്കുന്നതിന് പകരം, ഇപ്പോൾ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വരെ പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യാറുണ്ട്. അത് തന്നെ പ്രധാനമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെ ആകാം. അതിപ്പോൾ ജോലിയുള്ള ഒരാൾക്ക് തന്നെ ഒഴിവ് സമയം കിട്ടുമ്പോൾ മാത്രം വർക്ക് ചെയ്താൽ വരുമാനം ഉണ്ടാക്കാവുന്ന നിരവധി മേഖലകളുണ്ട്. അപ്പോൾ തന്നെ ഇത് ഇൻഷുറൻസ് മേഖല, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അത് നിങ്ങളുടെ പേരിൽ തന്നെ തുടങ്ങാൻ തടസ്സമുണ്ടെങ്കിൽ, നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേരിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ മുതിർന്ന മക്കളുടെ പേരിൽ അത് ചെയ്യാം. അത് അവരെ കൊണ്ട് ഇത് നിയമപരമായിട്ടുള്ള ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഓക്കെ. അതെന്ന് പറയുമ്പോൾ കിട്ടുകയാണെങ്കിൽ ലക്ഷങ്ങളും ചിലപ്പോൾ കോടികൾ വരെ കിട്ടിയെന്ന് വരാം. ഓക്കെ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത്, അത് പല രീതിയിൽ നിക്ഷേപിക്കാം. ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം ഞാൻ പറയുന്നത് ഇതാണ്: സ്വർണം വാങ്ങുക. ഉടനെ നിങ്ങൾ പറയും ലക്ഷക്കണക്കിന് രൂപ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ നിങ്ങൾക്ക് വെറും ഒരു 15,000 രൂപയാണ് നിങ്ങളുടെ ശമ്പളമെങ്കിൽ നിങ്ങൾ ഈ 15,000 രൂപയ്ക്ക് 1 ഗ്രാം സ്വർണം മേടിക്കുന്നു. ഓക്കെ. അപ്പോൾ വീട്ടു ചിലവിനുള്ള കാശെടുത്ത് സ്വർണം വാങ്ങിച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നില്ല. വേണ്ട. 15,000 രൂപയ്ക്ക് നമ്മൾ 15,000 അല്ല, നിങ്ങളുടെ ശമ്പളം അനുസരിച്ച് എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ ഒരു 15,000 രൂപ പറയുന്നു. 15,000 രൂപയ്ക്ക് നിങ്ങൾ കണ്ണും അടച്ച് ശമ്പളം കിട്ടുമ്പോൾ പോയി സ്വർണം വാങ്ങിക്കുക 1 ഗ്രാം. എന്നിട്ട് ഇത് പണയം വെക്കുക. 15,000 രൂപയുടെ സ്വർണം നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് പണയം വെക്കാം. ആ 10,000 രൂപ വെച്ച് നിങ്ങൾ മാസത്തിൽ ചിലവുകൾ ഏറ്റവും നിയന്ത്രിച്ച് ചിലവാക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ 5,000 രൂപയുടെ സ്വർണം നിങ്ങളുടെ പോക്കറ്റിലായി കഴിഞ്ഞു. ഓക്കെ.
അതിനുശേഷം പലിശ അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ എമൗണ്ടുകൾ വേണ്ടി വരുമെന്നൊന്നും ചിന്തിക്കേണ്ട. 10,000 രൂപയ്ക്ക് പരമാവധി 200 രൂപയെ ഒരു മാസം ആവുകയുള്ളൂ. ഓക്കെ, അത് ചെയ്യാം. എന്നിട്ട് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് പരമാവധി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഈ 10,000 രൂപയ്ക്ക് പണയം വെച്ച സ്വർണത്തിൽ മുതൽ നിങ്ങൾ അടയ്ക്കാം. പലിശ അടയ്ക്കുന്നതിനോടൊപ്പം മുതലും അടയ്ക്കാം. 1,000, 2,000, 3,000, 5,000 വരെ നിങ്ങൾക്ക്. എന്നിട്ട് ഈ ഇങ്ങനെ അടച്ച് തീർത്തിട്ട് 4-5 മാസം കൊണ്ട് അടച്ചു തീർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് സ്വർണത്തിന് വില കൂടുകയും ചെയ്യും. നിങ്ങൾ പറയും സ്വർണത്തിന് വില ഇടിഞ്ഞാലോ? പൊതുവിൽ പറയുകയാണെങ്കിൽ സ്വർണത്തിന് വില കയറുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് നിങ്ങൾ ഏകദേശം 4-5 മാസം അല്ലെങ്കിൽ 6 മാസം പോട്ടെ, 1 വർഷം കൊണ്ടായാലും നിങ്ങൾക്ക് ആ മുതൽ തിരിച്ച് അടച്ചിട്ട് സ്വർണം തിരികെ എടുക്കാം. അതിനുശേഷം വീണ്ടും പഴയ പരിപാടി ചെയ്യാം. 15,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ 15,000 രൂപയ്ക്ക് സ്വർണം പണയം വെക്കുക. വാങ്ങിച്ച സ്വർണം 15,000 രൂപ വാങ്ങിച്ച് 10,000-ത്തിന് പണയം വെക്കുക. പിന്നെ ഈ പരിപാടി തുടരുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് സ്വർണത്തിന് വില കയറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. കാര്യമായ റിസ്ക്കുകളൊന്നുമില്ല. പിന്നെ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 100% റിസ്ക്കാണ്. അതൊന്നും നമുക്ക് പോയി തലയിടാതിരിക്കുന്നത് നല്ലത്. എന്നാൽ തന്നെയും അതിലും ലോങ് ടേം അത് തന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ബ്രോക്കർ സ്ഥാപനത്തിൽ ഷെയർ ബ്രോക്കറിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തുടങ്ങിയിട്ട് 1,000, 2,000, 3,000, 4,000, 5,000 വരെ നിങ്ങൾക്ക് ഒരു മാസം അതിനകത്തിടാം. ഇട്ട് അത് ഇടിയുന്നോ ഇല്ലെന്നുള്ളതല്ല, മറിച്ച് തീർച്ചയായിട്ടും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 3 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഒരു ഷെയർ എടുത്താൽ തന്നെ അതിൻ്റെ ഡിവിഡൻഡ്, അത് ശരിക്കും സേഫായിട്ടുള്ള ഷെയറുകൾ മാത്രം വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ നിഫ്റ്റിയിലുള്ള 50 എണ്ണത്തിൽ വിവിധ സെക്ടറുകളായിട്ട് ചെറിയ എമൗണ്ടുകൾ 1,000, 2,000 രൂപ വെച്ച് ഒരു ഷെയർ വെച്ചായാലും വാങ്ങിക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് അത്യാവശ്യം റിസ്ക്കൊക്കെ ഉണ്ട്, ശരി. എന്നാൽ തന്നെയും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് മേഖല, റിയൽ എസ്റ്റേറ്റ് മേഖല, ഇതിലൊക്കെ ഇതുപോലെ നിരവധി ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വരുമാന മാർഗത്തിൻ്റെ വരുമാനം കിട്ടുന്ന സ്രോതസ്സുകളുടെ എണ്ണം കൂടുന്നു. അത് പരമാവധി കൂട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതല്ലാത്ത മറ്റ് നിരവധി മാർഗങ്ങളുണ്ട്. വലിയ എമൗണ്ടിനും ഈ ലോൺ എടുത്ത് നമ്മൾ ചെയ്യുന്നതിന് പകരം ഈ ശമ്പളത്തിനകത്ത് കിട്ടുന്ന ഒരു തുക കൊണ്ട് തന്നെ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് ഇതിനകത്തൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ വിവിധ സ്രോതസ്സിൽ നിന്നുള്ള വരുമാനം തന്നെയാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളമാവും. അത് ദാമ്പത്യ ജീവിതം മാത്രമല്ല, തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഉള്ള ബന്ധങ്ങളും ഊഷ്മളമാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ മേലധികാരി നിങ്ങളോട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോത്സാഹനം തരുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് മാറിയെന്ന് അതല്ലെങ്കിൽ പുതിയൊരു മേലധികാരി വന്നിട്ട് നിങ്ങളോട് വളരെയധികം പ്രീതിയോടെ സമീപിച്ചെന്ന് വരാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോലിയേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ ഭാഗ്യപരീക്ഷണങ്ങളിലും ഇവിടെ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ. അത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിങ്ങൾക്ക് നിലനിൽക്കുന്നു. കാരണം തുലാം രാശിക്ക്, തുലാം ലഗ്നത്തിനും ഈ ശനി അനുകൂലമായിട്ട് നിൽക്കുകയാണ്. തൊഴിൽ രംഗത്തെ ശത്രുത ഉള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും തൊഴിലിൽ. അതുപോലെ ഭൗതിക സുഖങ്ങൾ, വീട് കിട്ടാനുള്ള യോഗം, അതുപോലെ തന്നെ വാഹനം ലഭിക്കാനുള്ള സാധ്യത. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ്, വ്യാഴം ഉൾപ്പെടെ. പ്രതികൂലമല്ല വ്യാഴം. ഓക്കെ. അതേസമയം പ്രതികൂലമായിട്ട് ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ, ചൊവ്വ. ഓക്കെ. അത് നിങ്ങൾ ചൊവ്വാഴ്ച മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക. ഓക്കെ. എങ്കിലും നമ്മൾ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അപകടങ്ങൾ കരുതിയിരിക്കുക, ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ഓക്കെ. അത് ചൊവ്വ പ്രതികൂലം അല്ലെങ്കിലും വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം. ഓക്കെ. വാഹനങ്ങൾ മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഏത് സെക്കൻഡിലും എന്തും സംഭവിക്കാവുന്ന ഒരു രീതിയാണ് പൊതുവെ മനുഷ്യൻ്റെ ജീവിതത്തിലെ രംഗങ്ങളെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ തുലാം രാശിക്ക് കർമ്മഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും കൂടി യോഗം ചെയ്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ നേട്ടങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവും തൊഴിൽപരമായിട്ടുള്ള ഉന്നതി. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒന്നുകിൽ ആ ബിസിനസ്സിൽ തന്നെ പുതിയ നിരവധി പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിലേക്ക് വ്യാപാരത്തിനായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന വ്യാപാരത്തിന് പുറമേ മറ്റ് മേഖലകളിൽ തൊഴിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്, പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് ഒക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങളാണ്. ഇപ്പോൾ ഇത് ജൂലൈ 15, 16 തീയതികളിൽ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ താമസിയാതെ ഇപ്പോൾ 17, 18 തീയതികളിൽ തന്നെ ചന്ദ്രൻ നമുക്ക് അനുകൂലമായിട്ട് വരും, പരന്ന ഭാവത്തിൽ അനുകൂലമായിട്ട് വരും. അതുകൂടാതെ 16-ാം തീയതി രാത്രി സൂര്യൻ അനുകൂലമായിട്ട് വരും. കർക്കിടകം രാശിയിലേക്ക് സൂര്യൻ വരും. അപ്പോൾ നിങ്ങൾ തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കും. അതുകൂടാതെ കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുകയും തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ലഭിക്കുകയും ചെയ്യും. ഇത് കൂടാതെ ഇതിന് ഏകദേശം കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ ചൊവ്വ പ്രതികൂലമല്ലാതായി മാറും. അതുകൂടാതെ ഒരു വലിയ കാലഘട്ടം, അതായത് ഒരു 6, 6.5, 7 മാസം ചൊവ്വ നിങ്ങളുടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും മാറി മാറി നിൽക്കുന്നുണ്ട്. അതിനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അത് കൃത്യം അതിൻ്റെ ഒരു പ്രത്യേക ടൈം ആകുമ്പോൾ ഞാനത് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 15, 16 തീയതികളിൽ അനുകൂലമായ ദിവസങ്ങളാണ്. ഇത് കൂടാതെ 17, 18 തീയതികളിൽ ചന്ദ്രൻ വീണ്ടും അനുകൂലമായിട്ട് ചിങ്ങരാശിയിൽ, അതായത് നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് ചന്ദ്രൻ മാറും. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ, സൂര്യനും 17-ാം തീയതി മുതൽ, പ്രായോഗികമായിട്ട് 17-ാം തീയതി മുതൽ അനുകൂലമായിട്ട് വരികയും ചെയ്യും. 2 മാസം, കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള അത്യധികം
ഗുണാധിക്യമുള്ളൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഏകദേശം ഇനിയുള്ള അതായത് ഇത് ഈ ജൂലൈ 15 തൊട്ട് ഏകദേശം 7 മാസം നിങ്ങൾക്ക് പൊതുവെ ഒരു നല്ല ഗ്രഹനിലയാണ് രാശിഫലത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും അത് വിവേകപൂർവ്വം, ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം നമ്മൾ ഉപയോഗിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.